Hello my dear champions, welcome to yet another session of chemistry in Vedantu's Malayalam channel. Vedantu's Malayalam channel adutha chemistry session like ellarkum suswagatham. എല്ലാവരും ദിവാലിയുടെ ആ ഒരു ഇനേർഷ്യയിൽ നിൽക്കുകയാണെന്ന് അറിയാം. പഠിത്തമെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ട് ദിവാലി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു സ്പേസ് ഡൗൺ ദ സെലിബ്രേഷൻ ആൻഡ് ആക്സിലറേറ്റ് യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, ചെറുതായിട്ട് ആ സെലിബ്രേഷൻ ഒന്ന് പിന്നാക്കം വലിച്ച് പ്രിപ്പറേഷൻ ഒന്ന് മുന്നാക്കം തള്ളിക്കൊണ്ട് പോകേണ്ട സമയം തുടങ്ങിക്കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. So hope all of you guys are super duper motivated. ആ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഇനേർഷ്യ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല മോട്ടിവേഷനിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മോട്ടിവേഷൻ ക്യാരി ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എക്സാം കഴിയുന്നത് വരെ, നിങ്ങളുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കഴിയുന്നത് വരെ ഈ ഒരു എനർജി, ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. ആ ഒരു ഡ്രൈവ് ഉണ്ടായാലേ നിങ്ങൾക്ക് ഞാനിത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, വൈ ആർ യു ഡൂയിങ് ദിസ്? ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. വൈ ഷുഡ് യു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്? ബിക്കോസ് ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ട മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടാവും. ഓക്കെ, ഈ പ്രിപ്പറേഷന്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. പുതിയ മക്കളുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പതിവ് പോലെ തന്നെ എൻ്റെ പേര് സുദർശൻ പ്രേംകുമാർ. പഠിച്ചതൊക്കെ നാട്ടിൽ കൊച്ചിയിലായിരുന്നു, സ്കൂളിംഗ് ഒക്കെ കൊച്ചിയിലായിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. കോളേജ് ചെയ്തത് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബിച്ച്പലാനിയാണ്. ഇതായിരുന്നു എൻ്റെ കോളേജ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ കെമിസ്ട്രി മാസ്റ്റേഴ്സ് എടുത്തതും അവിടെ നിന്ന് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ വളരെ നല്ലൊരു ഏറ്റവും ഫൈനസ്റ്റ് കോളേജിൽ ഒന്നാണ് ബിച്ച്പലാനി മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്, ട്രൈ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദ വേൾഡ്സ് ഫൈനസ്റ്റ് കോളേജ് ഇഫ് പോസിബിൾ. ഓക്കെ, അതായത് ട്രൈ ടു ഗെറ്റ് യുവർ എഡ്യൂക്കേഷൻ ഫ്രം എ ഗുഡ് കോളേജ്. ഓക്കെ, ഫൈൻ. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. ഓക്കെ, ഒരു സാധാ കോളേജിൽ പഠിച്ചിറങ്ങുന്നതിന് നല്ലത്, എന്തുകൊണ്ടും നല്ലത് ഒരു നല്ല കോളേജിൽ പഠിച്ചിറക്കുന്നതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പഴയ കുട്ടികൾ ഓൾറെഡി ഇത് കേട്ട് മടുത്ത് കാണും. ഞാനിത് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, പുതിയ മക്കൾക്കായിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, കൂൾ. അപ്പോൾ അതാണ് എന്നെക്കുറിച്ചും ബാക്കിയുള്ള ടീച്ചേഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ വീഡിയോസ് കാണുക. അതുമാത്രമല്ല, ഇനീഷ്യൽ കണ്ടന്റ് വീഡിയോസും കാണാൻ മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻറ്റ്. ഇഷ്ടം പോലെ കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. എൻ്റെ മാത്രം ക്ലാസ്സുകളല്ല, കുറേ അപ്പുറത്തെ എല്ലാ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും തന്നെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. സാറിൻ്റെ കെമിസ്ട്രി സെഷൻസ് നടക്കുന്നുണ്ട്, ബയോളജി ശ്രുതി മാം, ആഷിമ മാം, ജോയൽ മാം, ഇവരുടെ എല്ലാ സെഷൻസും നടക്കുന്നുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ഓൾ ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷന് വളരെയധികം ഒരു പുഷും ആക്സിലറേഷനും ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, കൂൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കാര്യം എന്താണ്? കാര്യം ഇതല്ല, ഇത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ഫാമിലിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം വി ആർ ഫാമിലി മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ? നമ്മൾ ഫാമിലിയാണ്. സോ വി നീഡ് ടു എൻഷുർ ദ ഗ്രോത്ത് ഓഫ് ദ ഫാമിലി. നമ്മുടെ വളർച്ച നമ്മൾ തന്നെ നോക്കണം. അപ്പം അതിനെ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, യെസ് ഓ നോ? കൂൾ. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഡീല് ചെയ്യാൻ പോകുന്നത്? ഇന്ന് സൊല്യൂഷൻസിൻ്റെ 5ാമത്തെ സെഷനാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്, എന്നാൽ സാമാന്യം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ സ്റ്റുഡൻസിന് എപ്പോഴും ഒരു മനസ്സിലാക്കാനായിട്ടൊരു പണി തരുന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. അസിയോട്രോപിക് മിക്സ്ചർ, ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ കുറേ പേര് ഇപ്പോഴും എന്നോട് പിള്ളേർ ചോദിക്കാറുണ്ട്, സാറേ ആ ഒരു ടോപ്പിക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് മര്യാദയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് വായിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ വി ആർ ഗോയിങ് ടു കിൽ ദിസ് ടോപ്പിക്.
Okay, ഇതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കിടക്കുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ വോണ്ട് ഓൾ ഓഫ് യു ഗൈസ് എല്ലാവരും കാതോർത്തിരിക്കുക, കണ്ണും നട്ടിരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുറിച്ചെടുക്കുക, എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, റിപ്ലൈ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് കിടക്കാം അസിയോട്രോപിക് മിക്സ്ചർ. അസിയോട്രോപിക് മിക്സ്ചർ എന്താണ് എന്നുള്ളതിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് let's understand the connection of boiling point and vapor pressure. Boiling point of a liquidum vapor pressure തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും സാർ നമ്മൾ അസിയോട്രോപ്പിനെ കുറിച്ചല്ല പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താണ്? അസിയോട്രോപ്പും ബോയിലിംഗ് പോയിന്റ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് what boiling point means, okay, in terms of vapor pressure. എല്ലാവർക്കും അറിയാം boiling point, എല്ലാവരും പറയും സാർ boiling point വളരെ എളുപ്പമാണ്. Boiling point is the temperature at which the liquid boils, or basically the liquid gets converted to vapor, or boiling happen ചെയ്യുന്ന temperature ആണ് boiling point. പക്ഷെ അതും vapor pressureുമായിട്ടുള്ള കണക്ഷൻ let's understand. എല്ലാവരും നോക്കുക my dear students. boiling point is basically the temperature at which vapor pressure of a liquid is equal to atmospheric pressure. Vapor pressure of a liquid is equal to atmospheric pressure. Boiling point is the temperature at which vapor pressure of a liquid is equal to atmospheric pressure. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് സർ, അതിൻ്റെ അർത്ഥം എന്താണ് കറക്റ്റ് ആയിട്ട്? പറഞ്ഞുതരാം മക്കളെ, വളരെ സിമ്പിളാണ്. ഞാൻ എഴുതാം. is equal to ATM pressure. ഓക്കെ, മറക്കരുത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ATM പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുക്കുകയാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്. ഒബ്വിയസ്ലി ആ ലിക്വിഡിന് അതിൻ്റെതായ ഒരു വേപ്പർ പ്രഷറും ഉണ്ടാവും, വേപ്പർ കണ്ടന്റും ഉണ്ടാവും അതിൻ്റെ മേളിൽ. യെസ് ഓർ നോ? ലെറ്റ് us say the vapor pressure over here is, let us say P0A. ഓക്കെ, ലിക്വിഡ് എ ആണെന്ന് വിചാരിക്കുക. ദ ലിക്വിഡ് ഇസ് എ. ഓക്കെ, ഇതാണ് ലിക്വിഡ്. ഈ ലിക്വിഡ് എയുടെ വേപ്പർ പ്രഷർ, പ്യുവർ വേപ്പർ പ്രഷർ ഇസ് P0A. ലെറ്റ് us say the temperature is T. ഈ ഒരു ടെമ്പറേച്ചർ ടിയിൽ ഈ ലിക്വിഡ് എയുടെ വേപ്പർ പ്രഷർ P0A. ഇതിന്റെ മേളിൽ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിന്റെ മേളിൽ ഒബ്വിയസ്ലി അറ്റ്മോസ്ഫിയർ ഉണ്ട് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇതിന്റെ മേളിൽ ഒബ്വിയസ്ലി അറ്റ്മോസ്ഫിയർ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അതിന്റെ മേളിലുണ്ട്. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെറ്റ് us say I call it as PATM. Yes or no? I call the atmospheric pressure as PATM. ഇനി ഞാൻ ഈ ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. If I am heating this liquid from the bottom, what will happen? എന്ത് പറ്റും? You know that vapor pressure increases with increase in temperature. Vapor pressure increases with increase in temperature. അല്ലേ? with increase in temperature. Vapor pressure increases with increase in temperature. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ ഈ P0A എന്ത് പറ്റുന്നു? P0A ഇൻക്രീസ് ആവുന്നു. P0A ഇൻക്രീസ് ആയി ടെമ്പറേച്ചർ കൂട്ടുന്നു, P0A കൂടുന്നു. ടെമ്പറേച്ചർ കൂട്ടുന്നു, P0A കൂടുന്നു. അങ്ങനെ ഫൈനലി there will reach a point when P0A and PATM will be equal. PATM മാറുന്നില്ല. PATM is atmospheric pressure. P0A കൂടുന്നു. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ കൂടുന്നു. There will reach a point when P0A becomes equal to PATM, and that point is called as the boiling point. The temperature at which, ഈ ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. Temperature at which P0A becomes equal to PATM is the boiling point of the liquid. Got it, my dear students? Yes or no? അപ്പോൾ എന്ത് പറ്റുന്നു? ഈ P0A PATM ആയിട്ട് ഈക്വൽ ആവുമ്പോൾ പതിയെ ഈ വേപ്പർ ഫേസസ്, ഈ വേപ്പർ പാർട്ടിക്കിൾസ് they will start rising up. കാരണം അവരുടെ പ്രഷറും ഈ പ്രഷറും സെയിം ആണ്. സോ സ്ലോലി they will start rising up. മൊത്തം ലിക്വിഡും വേപ്പറിലേക്ക് കൺവേർട്ട് ആവാൻ പോകുന്നു. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് P0A becomes equal to PATM, the vapor over here slowly start rising up. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ ലിക്വിഡ് ഓൾസോ
my dear students, will slowly start getting converted to vapor. Boiling basically നടക്കുന്നു ആ ടെമ്പറേച്ചറിൽ. Okay, my dear students, so the temperature at which vapor pressure of a liquid is equal to atmospheric pressure, that temperature is called as the boiling point of the liquid. ഇത് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ മേളിൽ പോവുകയാണ്. ഓക്കെ, ഒരു കുന്നിൻ്റെ മേളിൽ നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ നോക്കൂ ഒരു കുന്നിൻ്റെ മേളിൽ പോയിട്ട്. നിങ്ങൾക്കറിയാം കുന്നിൻ്റെ മേളിൽ atmospheric pressure is lower. Atmospheric pressure is low. Atmospheric pressure is low. അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആണ്. എന്ത് വെച്ച് നോക്കുമ്പോൾ? നമ്മൾ സീ ലെവൽ വെച്ച് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ സീ ലെവലിൽ നിർത്തുക, നിങ്ങളൊരു കുന്നിന്റെ മേളിൽ നിൽക്കുക, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വെള്ളം തിളപ്പിക്കാൻ നോക്കുക. സീ ലെവലിൽ നിങ്ങൾക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസ്? കാര്യം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഹാസ് ടു ബി ഈക്വൽ ടു 1 atm. ഈ 1 atm ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ സീ ലെവലിൽ. ഈ 1 atm എത്തിയാലേ ബോയിലിംഗ് നടക്കുള്ളൂ. എന്ത് 1 atm എത്തിയാലേ? വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ 1 atm എത്തിയാലേ ബോയിലിംഗ് നടക്കുള്ളൂ. ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ 1 atm എത്തണ്ട. കാര്യം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ലെസർ ദാൻ 1 atm. അപ്പൊ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുമ്പ് തന്നെ തിളയ്ക്കാൻ തുടങ്ങും. കാര്യം എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയി മാറും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവും. കാര്യം എന്താണ്? മേളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. അപ്പൊ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടാക്കണ്ട വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവാനായിട്ട്. ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടാക്കിയാലേ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുള്ളൂ. ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടാക്കണ്ട. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാഗി നൂഡിൽസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് നിങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് ലിക്വിഡ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ 2 ലിക്വിഡ്സ് എടുത്തു. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഫോർ ലിക്വിഡ് A and B. For liquid A and B. Okay, രണ്ട് pure liquids എടുത്തു. If vapor pressure of A is greater than vapor pressure of B at temperature T, then boiling point of A will be lesser than boiling point of B. ഈ T നോട്ട് എന്ന് എടുക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ. T നോട്ട് നിങ്ങൾ ബോയിലിംഗ് പോയിന്റ് ആയിട്ട് കണക്ക് വെക്കുക. ദിസ് ഈസ് ബേസിക്കലി ബോയിലിംഗ് പോയിന്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അതായത് 2 ലിക്വിഡ് എടുത്തു, എയും ബിയും. സപ്പോസ് ഐ ടേക്ക് 2 ലിക്വിഡ്സ് എ ആൻഡ് ബി. പ്യുവർ ലിക്വിഡ്സ് ആണ്. ഇത് എ, ഇത് ബി. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, ഗോട്ട് ഇറ്റ്. Let us say that the vapor pressure of this guy, ഇതിന്റെ വേപ്പർ പ്രഷർ നമുക്കെടുക്കാം ഒരു let's say something like 640 millimeter mercury എന്ന് എടുക്കാം. ഓക്കെ, 640 millimeter mercury. ഇതിന്റെ ഒരു 600 millimeter mercury എന്ന് എടുക്കാം. 600 millimeter mercury. ഏത്? ഒരു ടെമ്പറേച്ചർ ടീല്. ഇത് 640 millimeter mercury, ഇത് 600 millimeter mercury. രണ്ടും ഞാൻ തിളപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 millimeter mercury ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 millimeter mercury ആണ്, അതായത് 1 atm. രണ്ടും ഞാൻ തിളപ്പിക്കാൻ തുടങ്ങി. ഇതിൽ ഏതവനാണ് ആദ്യം 760 എത്താൻ പോകുന്നത്? ഇവനായിരിക്കും അല്ലെ? ഇവനല്ല കൂടുതലെടുത്ത്. 640 to 760 ഇവനല്ല കൂടുതലെടുത്ത്. അപ്പൊ this guy will reach, A's vapor pressure will reach 760 earlier, അല്ലെങ്കിൽ lesser temperature. അതായത് ഇവന്റെ ബോയിലിംഗ് പോയിന്റ് will be lesser, my dear students. ഇവന്റെ ബോയിലിംഗ് പോയിന്റ് will be lesser than this guy. ഇവൻ 760 എത്താനായിട്ട് പിന്നെയും നിങ്ങൾ ഹീറ്റ് ചെയ്യേണ്ടി വരും.
Even 760 എത്താനായിട്ട് നിങ്ങൾ അധികം ഹീറ്റ് ചെയ്യേണ്ടി വരില്ല. കാര്യം എന്താണ്? ഇവന്റെ വേപ്പർ പ്രഷർ ഓൾറെഡി ക്ലോസർ ആണ് 760 ആവും, 760 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ 640 to 760 നിങ്ങൾ ഹീറ്റ് ചെയ്ത് ഒരു ടെമ്പറേച്ചറിൽ പെട്ടെന്ന് എത്തും. പക്ഷെ ഇവൻ 600 760 എത്തണം. അപ്പൊ കൂടുതൽ ഹീറ്റ് ചെയ്യണം മൈ ഡിയർ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് എ is greater than vapor pressure of liquid B at a temperature T, it means that boiling point of A is lesser than boiling point of B. Simple logic, my dear students. ഇത് നിങ്ങൾ മറക്കരുത്. This is extremely important. ഇത് നിങ്ങൾ മറക്കരുത്. രണ്ട് ലിക്വിഡ് തന്നിട്ട് my dear students, രണ്ട് ലിക്വിഡ് തന്നിട്ട് ഒരെണ്ണത്തിന്റെ വേപ്പർ പ്രഷർ, if A has more vapor pressure than B, that means that A's boiling point is lesser than that of B. Yes or no, my dear students? Yes or no? അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഇത് പറയുകയാണെങ്കിൽ P naught A is greater than P naught B. Can I also say that A is more volatile? A is more volatile than B, my dear students. A is more volatile. അതായത് വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ വോളറ്റിലിറ്റി കൂടുതലാണ് എന്നല്ല അതിന്റെ അർത്ഥം. So I can also say that the boiling point of a more volatile liquid will always be lesser. Boiling point of a more volatile liquid will always be lesser. Okay, my dear students. A more volatile ആണ്, അതുകൊണ്ട് തന്നെ A യുടെ boiling point less ആണ്. Okay, my dear champions. അപ്പോൾ ഇത് മറക്കരുത്, ചത്താലും മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും തമ്മിലുള്ള കണക്ഷൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് കിടക്കാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ബോയിലിംഗ് പോയിന്റ് കോമ്പോസിഷൻ ഡയഗ്രാം. ബോയിലിംഗ് പോയിന്റ് കോമ്പോസിഷൻ ഡയഗ്രാം എല്ലാവരും നോക്കുക. ബോയിലിംഗ് പോയിന്റ് കോമ്പോസിഷൻ ഡയഗ്രാം. ബോയിലിംഗ് പോയിന്റ് കോമ്പോസിഷൻ ഡയഗ്രാം. ബോയിലിംഗ് പോയിന്റ് കോമ്പോസിഷൻ ഡയഗ്രാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതെന്താണ്? ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാനിപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സപ്പോസ് ഞാൻ എയും ബിയും മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അതിന്റെ മോൾ ഫ്രാക്ഷൻ വേഴ്സസ് പ്രഷർ ഗ്രാഫ് എങ്ങനെയാണ് ഇരിക്കുന്നത്? യു ഗൈസ് ഓൾ നോ അല്ലേ? എല്ലാവർക്കും അറിയാം മൈ ഡിയർ സ്റ്റുഡൻസ്. ബേസിക്കലി ഗ്രാഫ് വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് P naught A, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് P naught A ആയിരിക്കും. P naught A. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് P naught B ആയിരിക്കും അല്ലേ? Yes or no? Vapor pressure of pure A, vapor pressure of pure B. Yes or no, my dear students? ഇതാണ് ടോട്ടൽ പ്രഷറിന്റെ ഗ്രാഫ്. നമുക്ക് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷേഴ്സ് ആണെങ്കിൽ എങ്ങനെ വരും? ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷേഴ്സിന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരും. വേറൊരുത്തൻ ഇങ്ങനെ വരും. ഒരു മിനിറ്റ്, വേറൊരുത്തൻ ഇങ്ങനെ വരും അല്ലേ? Yes or no? This is the graph of total pressure അല്ലെങ്കിൽ solution pressure graph. Yes or no? That is this graph over here. Yes or no, my dear students? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, I am going to plot a graph of എല്ലാവരും നോക്കുക. I am going to plot a graph of boiling point and concentration. ബോയിലിംഗ് പോയിന്റും കോൺസെൻട്രേഷനും വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഈ ഗ്രാഫ് നിങ്ങൾ കണ്ടു കാണலாம் മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. അതായത് P naught Bക്കാണ് വേപ്പർ പ്രഷർ കുറവ്. അതായത് ബിയുടെ വേപ്പർ പ്രഷർ ആണ് കുറവ്, എയുടെ വേപ്പർ പ്രഷർ ആണ് കൂടുതൽ അല്ലേ? സോ ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മളിതെല്ലാം ഒരു സൊല്യൂഷനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, എയും ബിയും ഉള്ളൊരു സൊല്യൂഷൻ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? ഇതിൽ എ ഇസ് മോർ വോളറ്റൈൽ, ബി ഇസ് ലെസ് വോളറ്റൈൽ. യെസ് ഓർ നോ? അതായത് P naught എയുടെ വേപ്പർ പ്രഷർ കൂടുതലാണ്, അല്ലെങ്കിൽ എയുടെ വേപ്പർ പ്രഷർ കൂടുതലാണ്, ബിയുടെ വേപ്പർ പ്രഷർ കുറവാണ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് us say I am plotting boiling point in the y axis and this guy over here, mole fraction itself in the x axis, mole fraction x axis.
പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എനിക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ബേസിക്കലി എല്ലാവരും നോക്കുക. I would get a graph like this. ഒരു കേർവ്ഡ് ഗ്രാഫ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കൈ എ ഈക്വൽ ടു സീറോയില് നമുക്ക് എന്താണ് പ്യോർ ബി ആണ് അവിടെ. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? പ്യോർ ബിയുടെ ബോയിലിംഗ് പോയിന്റ് ഐ ജസ്റ്റ് കോൾ ഇറ്റ് ആസ് T0B എന്ന് ഇടാം. T0B. യെസ് ഓർ നോ? കൈ എ ഈക്വൽ ടു 1ല് പ്യോർ എ ആണ്. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് T0 A ആയിരിക്കും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഈ T0B എന്തുകൊണ്ടാണ് T0 Aയിലും കൂടുതൽ? സാറിന് അങ്ങനെ വരച്ചത് നമുക്ക് തിരിച്ചു വരയ്ക്കാറുന്നില്ലേ? വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കറിയാം P0 A ഗ്രേറ്റർ ദാൻ P0 B ആണെങ്കിൽ T0 A ലെസർ ദാൻ T0 B. ഏതിനാണ് വേപ്പർ പ്രഷർ കൂടുതൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്മിയായിരിക്കും. അപ്പൊ ഏതിനാണ് വേപ്പർ പ്രഷർ കൂടുതൽ? എന്. അപ്പൊ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്മിയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ ഗ്രാഫ് എന്തുകൊണ്ടാണ് കേർവ്ഡ് ആയിട്ട് വരുന്നത്? അതിപ്പോ തൽക്കാലത്തേക്ക് നിങ്ങളുടെ സിലബസിൽ ഇല്ല. വൈ ദ ഗ്രാഫ് ഇസ് ഇൻ എ കേർവ്ഡ് വേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സൊല്യൂഷന്റെ ഗ്രാഫ് എടുത്താലും ഇൽ ബി കേർവ്. ബോയിലിംഗ് പോയിന്റ് വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് എടുത്താൽ ഇൽ ബി എ കേർവ്ഡ് ഗ്രാഫ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി എ കേർവ്ഡ് ഗ്രാഫ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ തലയിൽ വെക്കണം. നിങ്ങൾ കളയാൻ പാടില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രഷറിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. വേപ്പർ പ്രഷറിന് എടുക്കുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കേർവ്ഡ് ഗ്രാഫ് കിട്ടും. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? കൈ എ ഈക്വൽ ടു സീറോന്റെ അർത്ഥം എന്താണ്? പ്യോർ ബിയിലെ ബോയിലിംഗ് പോയിന്റ് T0B. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇതായിരിക്കും. ഓക്കെ, ലെറ്റ് അസ് സേ ഈ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും. ഇനി ഞാൻ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും. യെസ് ഓർ നോ? Yes or no my dear students? Finally my dear student, നമ്മൾ കൈ എ ഈക്വൽ ടു 1 ഈ ഒരു കോൺസെൻട്രേഷൻ കൈ എ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താണ്? പ്യോർ എ. എന്തായിരിക്കും ബോയിലിംഗ് പോയിന്റ്? ഇതായിരിക്കും. Yes or no my dear students? ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. ഞാൻ വേറൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. എല്ലാവരും നോക്കുക. വേറൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു ഗ്രാഫ്. ഒരു മിനിറ്റ്. ഇങ്ങനൊരു ഗ്രാഫ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ ഗ്രാഫ് എന്താണ് സാർ? ഈ ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് ബേസിക്കലി ദ കോമ്പോസിഷൻ ഓഫ് ഗ്യാസ്. ദിസ് ഈസ് ബേസിക്കലി ദ കോമ്പോസിഷൻ ഓഫ് ലിക്വിഡ്. അപ്പൊ നിങ്ങൾ സാറെ മനസ്സിലായില്ല എന്താണ് സാർ ഉദ്ദേശിച്ചത്? അതായത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഇതിലൊരു സൊല്യൂഷൻ എയും സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് എ ആൻഡ് ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് കോൺസെൻട്രേഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് us say കോൺസെൻട്രേഷൻ കൈ എ ഈക്വൽ ടു 0.3 ആണെന്ന് വിചാരിക്കുക. കൈ B is equal to 0.7. ഈ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷനിൽ ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഇതായിരിക്കും. യെസ് ഓർ നോ? ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഇതായിരിക്കും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അതേ ടെമ്പറേച്ചറിൽ നമുക്കറിയാം കുറച്ച് വേപ്പറും അതിന്റെ മേളിൽ ഉണ്ടാവുമല്ലോ. ആ ടെമ്പറേച്ചറിൽ ഈ ലിക്വിഡ് കൈ എ ഈക്വൽ ടു 0.3 കൈ ബി ഈക്വൽ ടു 0.7 ലിക്വിഡ് ബോയിൽ ചെയ്യാൻ പോണത് ഈ ടെമ്പറേച്ചറിൽ. സമ്മതിച്ചു സാറേ, ലിക്വിഡ് ബോയിൽ ചെയ്യാൻ പോണത് ഈ ടെമ്പറേച്ചറിൽ. പക്ഷെ നമുക്കറിയാം അതിന്റെ മേളിൽ കുറച്ച് വേപ്പറും ഉണ്ടാവും. ആ വേപ്പറിന്റെ കോമ്പോസിഷൻ വരാൻ പോകുന്നത് നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ വേപ്പറിന്റെ കോമ്പോസിഷൻ വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ സാർ എന്തുകൊണ്ടാണ് ആ ഗ്രാഫ് അങ്ങനെ വന്നത്? ദാറ്റ് ഈസ് എ ഷേപ്പ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഈ മേളിൽ കൂടെ വരുന്ന ഗ്രാഫാണ് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ഫേസിന്റെ ഗ്രാഫ്. ഈ താഴത്തെ കൂടെ പോകുന്നതാണ് ലിക്വിഡ് ഫേസിന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദാറ്റ് കോമ്പോസിഷൻ ദ സൊല്യൂഷൻ ബോയിൽസ് അറ്റ് ദിസ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. യെസ് ഓർ നോ? ആ ടെമ്പറേച്ചറിൽ മേളിലുള്ള വേപ്പറിന്റെ കോമ്പോസിഷൻ എന്താണ്? മേളിലുള്ള വേപ്പറിന്റെ കോമ്പോസിഷൻ വിൽ ബി ദിസ്.
നിങ്ങൾക്ക് ലോജിക്കലി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ chi A equal to 0.3, chi B equal to 0.7. That is a composition of the liquid. That is a composition of the liquid. എന്നാൽ അതിന്റെ മേളിലുള്ള വേപ്പറിന്റെ കോമ്പോസിഷൻ എന്താണ്? അതിന്റെ മേളിലുള്ള വേപ്പറിന്റെ കോമ്പോസിഷൻ വരാൻ പോകുന്നത് will be something like, let's say example, chi A equal to 0.6 എന്നോ chi B equal to 0.4 എന്നോ ഇടാം നിങ്ങൾക്ക്. ബിക്കോസ് മൂവിങ് ടു ദ റൈറ്റ് അല്ലേ, this is moving to the right. ഇവിടെ chi A equal to 0.3, chi B equal to 0.7 ആണെങ്കിൽ this will definitely, ഈ വേപ്പറിന്റെ കോമ്പോസിഷൻ will definitely be having more concentration of A. Yes or no? More concentration of A than this. കാര്യം ഇത് റൈറ്റ് സൈഡിലേക്കാണ്. Yes or no? അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. chi A equal to 0.6, chi B equal to 0.4. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലാവും. You know that A is more volatile. A is more volatile, my dear students. അപ്പൊ ഇങ്ങനെ ഒരു ടെമ്പറേച്ചറിൽ, ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ ലിക്വിഡിനെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വേപ്പറിൽ കൂടുതൽ എയുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഇറ്റ് ബി മോർ എൻറിച്ച്ഡ് ഇൻ എ അല്ലെ. കാര്യം എന്താണ്? എ കൂടുതൽ വോളറ്റൈൽ ആണ് ബീനെ വെച്ച് നോക്കുമ്പോൾ. യെസ് ഓർ നോ? അപ്പൊ ഈ ഒരു കോൺസെൻട്രേഷനിൽ നിങ്ങൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്, എന്നിട്ട് അതിനെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ ആ മേളിലുള്ള വേപ്പറിൽ എന്തായാലും concentration of A will be more, അല്ലെങ്കിൽ concentration of the more volatile substance will be more than the liquid phase. കാര്യം എന്താണ്? A is more volatile than B. Yes or no, my dear students? Yes or no, my dear students? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്, സാർ ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്, സാർ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ എം ഗെറ്റിംഗ് ഇൻ ടു എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓവർ ഹിയർ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ വരുന്നത്. സപ്പോസ് എല്ലാവരും നോക്കുക, ഞാൻ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പോവാണ്. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അത് ഫൈനലി നിങ്ങൾക്ക് മനസ്സിലാവും. സപ്പോസ് ഞാനൊരു വലിയ കണ്ടെയ്നർ എടുത്തു. ഓക്കെ, യെസ് ഓ നോ? എന്നിട്ട് അതിൽ എയും ബിയും ഇട്ടു. Okay, I made a solution of A and B. Yes or no? And I started heating it. ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി, താഴത്തുനിന്ന് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. Okay, and let us say initial concentration of the solution is over here. Initial concentration of the solution ഇതാണെന്ന് വിചാരിക്കുക. Okay, chi Aയുടെ വാല്യൂ ഒന്നുണ്ട്, chi Bയുടെ വാല്യൂ ഒന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. ഒബ്വിയസ്ലി അറ്റ് ദിസ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ ആവുമ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. യെസ് ഓ നോ? യെസ് ഓ നോ? ഈ ടെമ്പറേച്ചർ ആവുമ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ എയും ബിയും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. അതിനകത്ത് എയും ബിയും ഉണ്ട്, വേപ്പർ ഫേസിലും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓ നോ? വേപ്പർ ഫേസിലെ കോൺസെൻട്രേഷൻ എത്രയാണ്? വേപ്പർ ഫേസിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും. വേപ്പർ ഫേസിൽ എയുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും ലിക്വിഡ് ഫേസിനെ വെച്ച് നോക്കുമ്പോൾ. യെസ് ഓ നോ? നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ലിക്വിഡ് ഫേസിൽ ഇതാണ് കോൺസെൻട്രേഷൻ, വേപ്പർ ഫേസിൽ ഇതാണ് കോൺസെൻട്രേഷൻ. കാര്യം എന്താണ്? എ ഇസ് മോർ വോളറ്റൈൽ. അപ്പോൾ വേപ്പർ ഫേസിൽ എയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വേപ്പറിനെ അങ്ങോട്ട് കളക്ട് ചെയ്തു. ഈ വേപ്പറിനെ അങ്ങോട്ട് കളക്ട് ചെയ്ത് വേറൊരു കണ്ടെയ്നറിൽ കൊണ്ടിട്ടു. ഈ വേപ്പറിനെ കളക്ട് ചെയ്ത് വേറൊരു കണ്ടെയ്നറിൽ കൊണ്ടിട്ടു. ഓക്കെ, എന്നിട്ട് കൂൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ വേപ്പറിനെ കളക്ട് ചെയ്ത് വേറൊരു കണ്ടെയ്നറിൽ കൊണ്ടിട്ടു, എന്നിട്ട് കൂൾ ചെയ്തു. അപ്പൊ ഈ കൂൾ ചെയ്തപ്പോൾ ഇത് ലിക്വിഡായി മാറി. കൂൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ കോൺസെൻട്രേഷൻ അത് തന്നെയായിരിക്കും. ഈ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും ഈ ലിക്വിഡിൽ. ഈ വേപ്പറിനെ കളക്ട് ചെയ്ത് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇട്ടു. ആൻഡ് ദാറ്റ് കണ്ടെയ്നർ ഐ എം കൂളിംഗ് ഇറ്റ്. അപ്പോൾ എന്ത് പറ്റും? ദാറ്റ് ഈസ് എ ലിക്വിഡ് റൈറ്റ് നൗ വിത്ത് ദ സെയിം കോൺസെൻട്രേഷൻ. യെസ് ഓർ നോ? പിന്നെ ഇവനെ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്തു. ഇവനെ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഡെഫിനറ്റ്ലി ഇതിന്നും വേപ്പർ വരും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിന്നും വേപ്പർ പുറത്തേക്ക് വരും മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇതിന്നും വേപ്പർ പുറത്തേക്ക് വരും. ഇതിന്റെ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ വിൽ ബി ഈവൻ മോർ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിന്റെ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ വിൽ ബി ഈവൻ മോർ എൻറിച്ച്ഡ് ഇൻ എ. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്ത് പറ്റും? ഞാൻ അതിനെ എടുത്ത് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇടും മൈ ഡിയർ സ്റ്റുഡൻസ്. അതിനെ എടുത്ത് വേറൊരു കണ്ടെയ്നറിലേക്ക് എടുത്ത് അത് കൂൾ ചെയ്യും. അതിലും എയും ബിയും ഉണ്ട്.
യെസ് ഓ നോ? അത് കൂൾ ചെയ്യുമ്പോൾ അതിന്റെ ലിക്വിഡ് കോൺസെൻട്രേഷൻ ഇതായിരിക്കും. പിന്നെ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഫൈനലി ഇതിന്റെ പുറത്തേക്ക് വരാൻ പോകുന്നത് പ്യോർ എ ആയിരിക്കും. ഫൈനലി ഇതിന്റെ പുറത്തേക്ക് വരാൻ പോകുന്നത് പ്യോർ എ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമ്മൾ ആദ്യം ഈ ഒരു കോൺസെൻട്രേഷനിലാണ് സൊല്യൂഷൻ എടുത്തത്. ഓക്കെ, ഇവിടെയാണ് സൊല്യൂഷൻ ഇരിക്കുന്നത്. ഈ ഒരു കോൺസെൻട്രേഷൻ സൊല്യൂഷൻ എടുത്തു. അതിനെ ഞാൻ ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്തപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ബോയിലിംഗ് തുടങ്ങി. ബോയിലിംഗ് തുടങ്ങുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വേപ്പർ കോൺസെൻട്രേഷൻ എത്രയാ? ഈ വേപ്പർ കോൺസെൻട്രേഷൻ, ഇവിടെയുള്ള കോൺസെൻട്രേഷൻ എത്രയാ മൈ ഡിയർ സ്റ്റുഡൻസ്? കൂടുതലായിരിക്കും. ഇറ്റ് ബി മോർ എൻറിച്ച്ഡ് ഇൻ എ. എൻറിച്ച്ഡ് അതായത് ആ വോളറ്റൈൽ സബ്സ്റ്റൻസ്, മോർ വോളറ്റൈൽ സബ്സ്റ്റൻസ് ഇസ് എ. ആ മോർ വോളറ്റൈൽ സബ്സ്റ്റൻസിലെ എൻറിച്ച്ഡ് ആയിരിക്കും അല്ലേ? യെസ് ഓർ നോ? Concentration of A in the vapor phase will be more than in the liquid phase because A is more volatile. ഞാൻ എന്നിട്ട് ഈ വേപ്പറിനെ കൂൾ ചെയ്ത് വേറെ കണ്ടെയ്നറിലേക്ക് ആക്കി. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ വേപ്പർ മാറി അത് ലിക്വിഡ് ആയി വിത്ത് ദ സെയിം കോൺസെൻട്രേഷൻ. ഇതേ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഒരു ലിക്വിഡ് ഞാൻ ഫോം ചെയ്തു കൂൾ ചെയ്ത്. എന്നിട്ട് ഇതിനെ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്തു. ഇതിനെ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മേളിലും വേപ്പർ വരുമല്ലോ, ഇതിന്റെ മേളിലും വേപ്പർ വരുമല്ലോ. ആ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി എൻറിച്ച്ഡ് ആയിരിക്കും. എന്തില്? എയിൽ. അങ്ങനെ ഞാൻ പതിയെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനെയും ബീനെയും സെപ്പറേറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. സൊല്യൂഷൻ എനെയും ബീനെയും ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നു ത്രൂ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് chi A not equal to YA and chi B not equal to YB. അതായത് ലിക്വിഡിലെ കോൺസെൻട്രേഷൻസ് ആണ് ഈ chi A യും chi B യും. ലിക്വിഡിലെ കോൺസെൻട്രേഷൻസ് ആണ് ഈ chi A യും chi B യും. ലിക്വിഡിലെ കോൺസെൻട്രേഷൻസും വേപ്പറിലെ കോൺസെൻട്രേഷൻസ് ആണ് YA യും YB യും. വേപ്പറിലെ കോൺസെൻട്രേഷനും ലിക്വിഡ് കോൺസെൻട്രേഷനും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, വേപ്പർ ഇസ് മോർ എൻറിച്ച്ഡ് ഇൻ എ മോർ വോളറ്റൈൽ സബ്സ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേപ്പർ എടുത്ത് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്യൂരിഫൈഡ് വേർഷൻ ഓഫ് എ കിട്ടും. പിന്നെ അതെടുത്ത് വേപ്പറൈസ് ചെയ്ത് കൂൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്യൂരിഫൈഡ് വേർഷൻ ഓഫ് എ കിട്ടും. കാര്യം എന്താണ്? ലിക്വിഡിലും വേപ്പറിലും രണ്ടും രണ്ട് കോൺസെൻട്രേഷൻ ആണ്. അത് തന്നെയാണ് ഈ ഗ്രാഫിലും കാണിക്കുന്നത്. ലിക്വിഡ് ഒരു ടെമ്പറേച്ചർ T എടുത്താൽ ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ ഇത്, വേപ്പറിൽ കുറച്ചും കൂടി എൻറിച്ച്ഡ് ആയിരിക്കും. എന്ത് വെച്ച് എൻറിച്ച്ഡ് ആയിരിക്കും? ആ വോളറ്റൈൽ സബ്സ്റ്റൻസ് വെച്ച് എൻറിച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ എ ആണ് കൂടുതൽ വോളറ്റൈൽ. ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ ഇതാണെങ്കിൽ വേപ്പറിന്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി പ്യൂരിഫൈഡ് വേർഷൻ ഓഫ് എ ആയിരിക്കും, അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ഓർ എൻറിച്ച്ഡ് ഇൻ എ ആയിരിക്കും. പിന്നെ അത് ഞാൻ കൂൾ ചെയ്യുമ്പോൾ അതേ വേപ്പറിന്റെ ലിക്വിഡ് കിട്ടുന്നു. യെസ് ഓർ നോ? യെസ് ഓർ നോ? പിന്നെ അത് ഞാൻ ബോയിൽ ചെയ്യുമ്പോൾ അവിടെയും കുറച്ചും കൂടി എൻറിച്ച്ഡ് വേർഷൻ ഓഫ് enriched version of the solution in A. അതായത് A കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഓഫ് A കൂടുതലായിരിക്കും ഇവിടെ. പിന്നെ അതിനെ ഞാൻ കൂൾ ചെയ്യുന്നു, പിന്നെ ബോയിൽ ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. ഫൈനലി വാട്ട് കംസ് ഔട്ട് ഇസ് പ്യുവർ A. ഫൈനലി വാട്ട് കംസ് ഔട്ട് ഇസ് പ്യുവർ A. ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. യെസ് ഓർ നോ? Perfect or not, my dear students? So basically fractional distillation എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To separate the components of a solution. To separate a components of a solution. ഇനി നമുക്ക് my dear students, ഇനി നമുക്ക് എല്ലാവരും നോക്കുക, അസിയോട്രോപിക് മിക്സ്ചറിലേക്ക് കിടക്കാം. എന്താണ് ഈ അസിയോട്രോപിക് മിക്സ്ചർ? അതും ഇപ്പൊ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കാം. എല്ലാവരും നോക്കുക. Azeotropic mixture is a binary mixture having the same composition in liquid and vapor phase and boil at a constant temperature.
same composition at liquid and vapor phase and boil at a constant temperature. അതായത് ഞാൻ imagine a situation, ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എടുത്തു, എയും ബിയും തമ്മിൽ. ഇവിടെ കൈ എ ലെറ്റ് us say 0.3 ആണ്, ഓക്കെ, കൈ ബി 0.7 ആണ് എന്ന് വിചാരിക്കുക. വേപ്പർ ഫേസിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനിത് ബോയിൽ ചെയ്യുമ്പോൾ ലെറ്റ് us say it started boiling. ആ ബോയിൽ ചെയ്യുമ്പോൾ വേപ്പർ ഫേസിൽ മൈ ഡിയർ സ്റ്റുഡൻസ് കോൺസെൻട്രേഷൻ YA equal to 0.3 YB equal to 0.7 ആണെന്ന് വിചാരിക്കുക. അതായത് YA equal to കൈ എ, YB equal to കൈ ബി, YA equal to കൈ എ, YB equal to കൈ ബി. അതായത് ഞാൻ ഈ വേപ്പറിനെ എടുത്ത് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇട്ടാലും, എന്നിട്ട് അതിനെ കൂൾ ചെയ്യാണെന്ന് വിചാരിക്കുക, കൂൾ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടാൻ പോകുന്നത് കൈ എ ഈക്വൽ ടു 0.3 ആൻഡ് കൈ ബി ഈക്വൽ ടു 0.7 തന്നെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഐ എം നോട്ട് ഗെറ്റിംഗ് ആൻ എൻറിച്ച്ഡ് വേർഷൻ. എയുടെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടുന്നില്ല. അതായത് ഞാൻ ഈ വേപ്പർ കളക്ട് ചെയ്തു, വേറൊരു കണ്ടെയ്നറിലേക്ക് ഇട്ടു. ഈ കണ്ടെയ്നറിലെ കോൺസെൻട്രേഷനും ഈ കണ്ടെയ്നറിലെ സ്റ്റാർട്ടിംഗ് കോൺസെൻട്രേഷനും സെയിം ആണ്. ദാറ്റ് മീൻസ് ഐ എം നോട്ട് പ്യൂരിഫൈങ് ഇറ്റ്, ഐ എം നോട്ട് സെപ്പറേറ്റിംഗ് ഇറ്റ്. ഇതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ കേസിൽ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ, വേപ്പറിന്റെ കോൺസെൻട്രേഷൻ വേറെയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വേപ്പറിനെ ഇങ്ങോട്ട് ഇടുമ്പോൾ ഐ ആം ഗെറ്റിംഗ് എ മോർ എൻറിച്ച്ഡ് വേർഷൻ ഓഫ് എ, അല്ലേ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവിടെയും കോൺസെൻട്രേഷൻസ് ഡിഫറെന്റ് ആണ്. ഈ കണ്ടെയ്നറിലും കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. പിന്നെ ഈ കണ്ടെയ്നറിലും കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. കൂടുതൽ എയുടെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ both the vapor and the liquid has same concentration. അപ്പൊ ഞാൻ ആ വേപ്പറിനെ എടുത്ത് വേറെ കണ്ടെയ്നറിലേക്ക് ഇട്ടാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അസിയോട്രോപിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. So basically look at this. In such cases it is not possible to separate the components by fractional distillation. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? നമുക്ക് വേപ്പറിലും ലിക്വിഡും സെയിം കോൺസെൻട്രേഷൻ ആണ് കിട്ടുന്നത്. ആ വേപ്പറിനെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇടുമ്പോഴും I am not getting a purer version. ഇതിന്റെ കോൺസെൻട്രേഷനും ഈ സ്റ്റാർട്ടിംഗ് ഇതിന്റെ കോൺസെൻട്രേഷനും സെയിം ആണ്. ഇനി ഇവനെ എടുത്ത് വേറെ ഇതിലേക്ക് ഇടുമ്പോഴും, വേപ്പർ എടുത്ത് വേറെ ഇതിലേക്ക് ഇടുമ്പോഴും, സപ്പോസ് ഐ എം ബോയിലിംഗ് ദിസ് ആൻഡ് ഐ കളക്ട് ദ വേപ്പർ, put into another container, എനിക്ക് ഇത് തന്നെ കിട്ടും. That means I am not doing anything. എനിക്ക് വേറെ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എനെയും ബിനെയും സെപ്പറേറ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഓവർ ദർ. ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. മറ്റേടത്ത് അങ്ങനെയല്ല. മറ്റേടത്ത് പോകെ എ ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ സൊല്യൂഷൻ. എയുടെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. ഫൈനലി അറ്റ് ദിസ് പോയിന്റ് പ്യുവർ എ ആണ് വരുന്നത്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ? അതെന്തുകൊണ്ടാണ്? ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും കോൺസെൻട്രേഷൻസ് വേറെ ആയതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ എപ്പോഴാണ് ഒരു അസിയോട്രോപിക് മിക്സ്ചർ ഫോം ആവുന്നത്? Let's understand, my dear students. There are two kinds of azeotropes. രണ്ട് azeotropes ഉണ്ട്. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മൈ ഡിയർ സ്റ്റുഡൻസ്. വേറൊന്ന് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഓക്കെ, നമ്മൾ രണ്ടും കാണുന്നതാണ്. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? എല്ലാവരും നോക്കുക. The solutions which show a large positive deviation from Raoult's law form minimum boiling azeotrope at a specific composition. Solutions which show a large positive deviation from Raoult's law form minimum boiling azeotrope at a specific composition. Yes or no, my dear students? Fine. അതായത് ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. എല്ലാവരും നോക്കുക. സപ്പോസ് ഐ എം ഡ്രോയിങ് എ ഗ്രാഫ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. നിങ്ങൾക്കറിയാം പോസിറ്റീവ് ഡീവിയേഷൻ എന്താണെന്നുള്ളത്. ഇത് ഐഡിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ
ഐഡിയൽ സിറ്റുവേഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. ഐഡിയൽ സിറ്റുവേഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. ഇത് ഐഡിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഇസ് ബേസിക്കലി ദിസ് ആൻഡ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ. നിങ്ങൾ നോക്കൂ, ഒരു മാക്സിമം, ദിസ് ഇസ് ബേസിക്കലി പി നോട്ട് ബി, ദിസ് ഇസ് ബേസിക്കലി പി നോട്ട് എ. ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ. A very large positive deviation where there is a maxima. This is a maxima. അതായത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനിൽ ഒരു മാക്സിമ പോയിന്റ് നിങ്ങൾ കാണുന്നു. ഇത് ഐഡിയൽ സിറ്റുവേഷൻ. ഈ ഡോട്ടഡ് ലൈൻസ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗ്രാഫ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഐഡിയൽ സിറ്റുവേഷൻ്റെ മേളിൽ കൂടെ പോകും. ഇവിടെ നല്ലൊരു പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നുണ്ട്, അതായത് ഒരു മാക്സിമം ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇതിൻ്റെ തന്നെ ബോയിലിംഗ് പോയിന്റ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്ത് കാണാം മൈ ഡിയർ സ്റ്റുഡൻസ്? എന്ത് കാണാം മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവനെങ്ങനെയാണല്ലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ പി നോട്ട് ബി ആണ്, ബി ഇസ് ലെസ് വോളറ്റൈൽ, സോ ബേസിക്കലി ബോയിലിംഗ് പോയിന്റ് വിൽ ബി ഹയർ. ഓക്കെ, യെസ് ഓർ നോ? എ ഇസ് മോർ വോളറ്റൈൽ, സോ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലോവർ. ഇനി ഇവിടെ ഒരു മാക്സിമ ഉണ്ട്, വേപ്പർ പ്രഷറിന്റെ ഒരു മാക്സിമ നിങ്ങൾ ഇവിടെ കാണുന്നു. അപ്പൊ ബോയിലിംഗ് പോയിന്റിന്റെ ഒരു മിനിമം നിങ്ങൾ അതേ കോൺസെൻട്രേഷനിൽ കാണുന്നതാണ്. ബോയിലിംഗ് പോയിന്റിന്റെ ഒരു മിനിമം നിങ്ങൾ അതേ കോൺസെൻട്രേഷനിൽ കാണുന്നതാണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. ദിസ് ഇസ് ബേസിക്കലി ടി നോട്ട് ബി, ദിസ് ഇസ് ബേസിക്കലി ടി നോട്ട് എ, ആൻഡ് ദിസ് ഇസ് ബേസിക്കലി ദ മിനിമം ബോയിലിംഗ് പോയിന്റ്. എവിടെയാണ് വേപ്പർ പ്രഷർ മാക്സിമം, അവിടെ ബോയിലിംഗ് പോയിന്റ് മിനിമം. ഇനി ഇവിടെ കൊണ്ട് ഞാൻ ആ ഗേഷ്യസ് ഫേസിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ബേസിക്കലി ദ ഗേഷ്യസ് ഫേസ് ഗ്രാഫ്. ഈ വരുന്നതാണ് ലിക്വിഡ് ഫേസ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾ ഈ ഒരു കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ചോ? ഈ കോൺസെൻട്രേഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗുണമല്ല, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗേഷ്. അപ്പൊ നിങ്ങൾ സാർ ഈ ഗ്രാഫ് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഈ ഗ്രാഫ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഗ്രാഫിന്റെ ഷേപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നുള്ളത് നിങ്ങൾ കോളേജിലൊക്കെ പെർസ്യൂ ചെയ്യുമ്പോൾ, ഹയർ ലെവൽ കെമിസ്ട്രി പെർസ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാഫിന്റെയും നേരത്തെ ഗ്രാഫിന്റെയും വ്യത്യാസം എന്താണ്? നേരത്തെ ഗ്രാഫിന്റെ ലിക്വിഡ് ഫേസും ഗേഷ്യസ് ഫേസും, ഓക്കെ, ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, നേരത്തെ ഗ്രാഫിന്റെ ലിക്വിഡ് ഫേസും, ഈ താഴത്തെ കൂടെ പോണാണ് ലിക്വിഡ് ഫേസ്, മേള പോണാണ് ഗ്യാഷ്യസ് ഫേസ്. ഇത് രണ്ടും മുട്ടണത് ഈ എൻ പോയിന്റ്സിൽ മാത്രമാണ്. വേറെ എവിടെയും അത് മുട്ടുന്നില്ല. വേറെ ഒരു കോൺസെൻട്രേഷനിലും അമ്മമാര് തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഈ ഗ്രാഫ് ഇവിടെ അമ്മമാര് തമ്മിൽ മീറ്റ് ആവുന്നു. അതായത് അറ്റ് ദിസ് പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ലിക്വിഡിന്റെയും സൊല്യൂഷൻ ഇൻ ദ ലിക്വിഡ് ഫേസ് ആൻഡ് ദ വേപ്പർ ഫേസ് ഓർ ദ ഗേഷ്യസ് ഫേസ് has the same concentration, or this is called as azeotropic concentration. Azeotropic concentration. അതായത് നിങ്ങളിപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്, എയും ബിയും ഉള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ഈ കോൺസെൻട്രേഷനിൽ അത് പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ കോൺസെൻട്രേഷനിൽ അവനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി അവന്മാരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഈ കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഗ്യാസിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അപ്പൊ നിങ്ങൾ എയും ബിയും എടുത്ത് ഈ ഒരു കോൺസെൻട്രേഷനിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവന്മാരെ പിരിക്കാൻ പറ്റില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് പിന്നെ അവനെ പിരിക്കാൻ പറ്റില്ല. യെസ് ഓർ നോ? യെസ് ഓർ നോ? പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, this boiling point is lower than T0 A and T0 B. Okay, T0 A യും T0 B യും ആയിട്ട് ലോവർ ആണ്. അതുകൊണ്ടാണ് അതിനെ മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ബേസിക്കലി ഈ ഒരു കോൺസെൻട്രേഷനിൽ നിങ്ങൾ ഈ മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലോവർ ദാൻ ദീസ് ടു ബോയിലിംഗ് പോയിന്റ്സ്. And you cannot separate them using fractional distillation. ഇതാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എല്ലാവരും നോക്കുക, എത്തനോൾ ആൻഡ് വാട്ടർ മിക്സ്ചർ
obtained by fermentation of sugars on fractional distillation gives a solution containing approximately 95.57% volume by volume ethanol. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 95.5% volume by volume ethanol and water solution എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെ പിരിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ മാക്സിമം പ്യൂരിറ്റി ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. അതായത് ആ ഒരു കോൺസെൻട്രേഷൻ അപ്പുറം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ആ ഒരു കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ മൈ ഡിയർ സ്റ്റുഡൻസ് പിന്നെ നിങ്ങൾക്ക് അവന്മാരെ പിരിക്കാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? ഇനി വരുന്നത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നേരെ ഉൾട്ട അടിക്കുക. അതായത് the solutions that show large negative deviation from Raoult's law form maximum boiling azeotrope at a specific composition. Large negative deviation ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് വളരെ സിമ്പിൾ ആണ്. നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് എങ്ങനെ വരും? സപ്പോസ് ദിസ് ഇസ് ദ ഐഡിയൽ ഗ്രാഫ്. ഓക്കെ, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇങ്ങനെ അല്ലേ? ദിസ് ഇസ് ബേസിക്കലി P0 B ആയിട്ട് എടുക്കുക, ഇവനെ നമ്മൾ P0 A ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നെഗറ്റീവ് ഡീവിയേഷൻ മീൻസ് it goes down, and understand there is a minima point over here. This is the minima. Okay, minimum point. Okay, large negative deviation ആണ്. അപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഗ്രാഫ് എങ്ങനെ വരും മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും നോക്കുക. ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് B is lesser, so boiling point of this guy will be more. Yes or no? ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് A is more, so boiling point of A will be lesser. ഇനി വരുന്നത് ഇവിടെ ഒരു മിനിമം ഉണ്ട്. സൊല്യൂഷൻ വേപ്പർ പ്രഷറിന് ഒരു മിനിമം ഉണ്ട്. അപ്പൊ ഇവിടെ സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റിന് ഒരു മാക്സിമം ആണ് വരാൻ പോകുന്നത്. there will be a maxima over there. Understand the difference my dear students. അപ്പുറത്ത് നമ്മൾ എന്താ കണ്ടത്? സൊല്യൂഷൻ വേപ്പർ പ്രഷറിന് മാക്സിമം വന്നു, ബോയിലിംഗ് പോയിന്റ് കർവിന് മിനിമം വന്നു. യെസ് ഓർ നോ? ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? വേപ്പർ പ്രഷർ ഗ്രാഫിന് ഒരു മിനിമം വന്നു, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഗ്രാഫിന് ഒരു മാക്സിമം വന്നു. സോ ബേസിക്കലി ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഇസ് T0 B, ദിസ് പോയിന്റ് ഇസ് T0 A. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ B, ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ A. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഇനി വരാൻ പോകുന്ന ഗ്രാഫ് എങ്ങനെയാണ്? ഇങ്ങനെ വരും. ഓക്കെ, ഈ ഗ്രാഫിന്റെ ഷേപ്പ് മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ബേസിക്കലി അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും അസിയോട്രോപിക് പോയിന്റ്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് ദ ലിക്വിഡ് ഗ്രാഫ്, ദിസ് ഇസ് ദ വേപ്പർ ഗ്യാസ്. യെസ് ഓർ നോ? ദിസ് പോയിന്റ് ഓവർ ഹിയർ ഇസ് അസിയോട്രോപിക് കോൺസെൻട്രേഷൻ. ദിസ് പോയിന്റ് ഓവർ ഹിയർ ഇസ് അസിയോട്രോപിക് കോൺസെൻട്രേഷൻ. അതായത് ഈ ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിരിക്കാൻ പറ്റില്ല. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഗോട്ട് ഇറ്റ്? ഈ ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിരിക്കാൻ പറ്റില്ല. ദിസ് ഇസ് ദി അസിയോട്രോപിക് കോൺസെൻട്രേഷൻ. ഈ ഒരു കോൺസെൻട്രേഷനിൽ എനെയും ബീനെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് പിരിക്കാൻ പറ്റില്ല. ഇവിടെ അത് വരുന്നത്, സോ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ബോയിലിംഗ് point is greater than T0 B and T0 A. അതുകൊണ്ടാണ് ഇതിനെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. മറ്റേത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഞാൻ വെറുതെ രസകരമായിട്ട് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്ത് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഇവന്മാരെ പിരിച്ചിട്ട് എന്ന കാര്യം. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനി പിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തു, എയും ബിയും. ഈ കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കുക. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഇത്. ഓക്കെ, അത് ബോയിൽ ആവുന്നത് ലെറ്റ്സ് സേ ദിസ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഈ ഒരു ടെമ്പറേച്ചറിൽ ബോയിൽ ആകുന്നു. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വേപ്പർ കോൺസെൻട്രേഷൻ, ഗേഷ്യസ് കോൺസെൻട്രേഷൻ ഇവിടെ. ഇനി ഞാനത് കൂളാക്കുന്നു.
ഇനി ഞാനത് കൂളാക്കുമ്പോൾ ലിക്വിഡ് ഇതാവും. പിന്നെ അത് ബോയിലാക്കുന്നു, കൂളാക്കുന്നു. ഫൈനലി ഞാൻ എത്തിച്ചേരാൻ പോകുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഫൈനലി ഞാൻ നടന്ന് എത്തിച്ചേരാൻ പോകുന്ന അവിടെ ഇരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡിന്റെയും വേപ്പറിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ഇനി ഞാൻ മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങിയാലും ഇത് തന്നെയല്ല അവസ്ഥ. ഇവിടെ തുടങ്ങി വേപ്പറിന്റെ കോൺസെൻട്രേഷൻ ഇത് കൂളാക്കുന്നു, ഹീറ്റാക്കുന്നു, ഹീറ്റ്. ഫൈനലി നമ്മൾ എത്താൻ പോകുന്നത് ഇവിടെ തന്നെ. സോ ബേസിക്കലി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈ ഒരു കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കോൺസെൻട്രേഷൻ ഇസ് ദ അസിയോട്രോപിക് കോൺസെൻട്രേഷൻ. സോ ദിസ് ഇസ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എപ്പോഴാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? Minimum boiling azeotrope is when there is large positive deviation from Raoult's law. Okay, അതാണ് ഈ ഗ്രാഫിക് കാണുന്നത്, large positive deviation. Maximum boiling azeotrope എപ്പോഴാണ് my dear students? When there is large negative deviation from Raoult's law. Yes or no my dear students? Maximum boiling azeotrope example എന്ന് പറയുന്നത് nitric acid and water is an example of this class of azeotrope. This azeotrope has the approximate composition of 68% nitric acid and 32% water by mass. അതായത് ഈ ഒരു കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ മൈ ഡിയർ സ്റ്റുഡൻസ് പിന്നെ നൈട്രിക് ആസിഡിനെയും വെള്ളത്തിനെയും ഫർദർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വിത്ത് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് 393.5. അതായത് ഈ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ബേസിക്കലി ദാറ്റ് മാക്സിമം ബോയിലിംഗ് പോയിന്റ്. അതായത് ഇവിടെ വരുന്ന ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇറ്റ് വിൽ ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതായത് ഒരു സാധാ ലിക്വിഡ് ബോയിൽ ചെയ്യണ പോലെ തന്നെ സൊല്യൂഷനും ബോയിൽ ആവും. ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോൾ എന്താണ്, അതിപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി ബോയിൽ ചെയ്യുമ്പോൾ 100% ആണ് ലിക്വിഡിൽ അതിൻ്റെ, അതായത് ഈ വെള്ളം എടുത്തു ഇതിൽ 100% വെള്ളമാണ്. ഞാൻ ബോയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ വേപ്പറും 100% വെള്ളമാണ്. അല്ലാണ്ട് വേപ്പറിന് വേറെ കോൺസെൻട്രേഷൻ വരുന്നില്ല. 100% ഇവിടെയും 100% വേപ്പറിലും വെള്ളം. അസിയോട്രോപ്പിലും ബേസിക്കലി ആ ലോജിക്ക് തന്നെയല്ലേ വരുന്നത്. അസിയോട്രോപിക് കോൺസെൻട്രേഷനിൽ സപ്പോസ് ഇതൊരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക, നൈട്രിക് ആസിഡും വെള്ളവും തമ്മിലുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, അസിയോട്രോപിക് കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കുക. ഞാനിത് ബോയിൽ ചെയ്യുന്നു, വേപ്പറിലും വരാൻ പോകുന്ന കോൺസെൻട്രേഷൻ ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ്. വേപ്പറിലും വരാൻ പോകുന്നത്. അപ്പോൾ ആ വേപ്പറിനെ ഞാൻ മാറ്റിയെടുത്ത് പിന്നെ കണ്ടൻസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതാണ് ദിസ് ഇസ് വാട്ട് ആൻ അസിയോട്രോപ്പ് ഇസ്. ഇതാണ് അസിയോട്രോപ്പിന്റെ കഥ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഷറേന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈസി പി ജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതാണ് അസിയോട്രോപ്പിന്റെ കഥ. ഇത്രയും ഇന്റൻസ്. ഈ ഗ്രാഫ്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഈ ഗ്രാഫ്സിന്റെ ഷേപ്പ് കോൺസെപ്റ്റ് മനസ്സിൽ വേണം. എന്താണ് അസിയോട്രോപ്പ്? എന്തുകൊണ്ടാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കാത്തത് അസിയോട്രോപ്പിൽ? എന്തുകൊണ്ടാണ്? ലിക്വിഡ് കോൺസെൻട്രേഷനും വേപ്പർ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. ഗ്രാഫ്സ് മനസ്സിൽ വെച്ചാൽ മതി മൈ ഡിയർ സ്റ്റുഡൻസ്. 95% ചാൻസ് ഇറ്റ് വോണ്ട് കം ഫോർ എക്സാമിനേഷൻ. ഈ ഗ്രാഫും മറ്റേ ഗ്രാഫും വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. An azeotropic solution of two liquids has boiling points lower than either of them when it boiling point is lower than either of the liquids. അതായത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഇറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ അല്ലേ? നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്, ബോയിലിംഗ് പോയിന്റ് ഷുഡ് ബി ലോവർ ദാൻ, ബോയിലിംഗ് പോയിന്റ് ഇസ് ലോവർ ദാൻ T0A T0B. എപ്പോഴാണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ. ഓക്കെ, യെസ് ഓർ നോ? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിക്സ്ചർ ദാറ്റ് ഫോംസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടാവും, സാർ അപ്പൊ നൈട്രിക് ആസിഡും വെള്ളവും വെറുതെ ഇട്ടാൽ അത് അസിയോട്രോപ്പ് ആവുമോ? അല്ല. അല്ലെങ്കിൽ ഇപ്പൊ ആൽക്കഹോളും എത്തനോളും വെള്ളവും വെറുതെ ഇട്ടാൽ അത് അസിയോട്രോപ്പ് ആവും? അല്ല. ആ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ റീച്ച് ആവണം. അതായത് നൈട്രിക് ആസിഡും വെള്ളവും ഈ ഒരു കോൺസെൻട്രേഷനിലാണ് അസിയോട്രോപ്പ് ഫോം ആവുന്നത്. യു കനോട്ട് പ്യൂരിഫൈ ഇറ്റ് ഫർദർ. എത്തനോളും വെള്ളവും ഈ ഒരു കോൺസെൻട്രേഷൻ എത്തുമ്പോഴാണ് അസിയോട്രോപ്പ് ഫോം ആവുന്നത്. ഗോട്ട് ഇറ്റ്? അത് മനസ്സിലാക്കണം. ദാറ്റ്സ് വൈ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അസിയോട്രോപിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോൺസെൻട്രേഷൻ.
അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so water and nitric acid is the answer for this one. Next, the azeotropic mixture of water and ethanol boils at 78.15 degrees Celsius. Okay, when this mixture is distilled, it is possible to, guys, നമ്മളെ കുരുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് my dear students. Azeotropic mixture എന്ന് തന്നിട്ടുണ്ട്. Azeotropic mixture എന്ന് തന്നിട്ടുണ്ട്. Azeotropic mixture cannot be purified. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല എന്ന് വെച്ചാൽ you will not get a purer version. Got it? Yes or no? So when this mixture is distilled, it is possible to obtain neither H2O or C2H5OH in their pure state. That is the answer. Azeotrope cannot be purified further. Got it? Next. കണ്ടിട്ട് ഏതോ ഷേക്സ്പിയറിന്റെ നോവൽ പോലെ ഉണ്ടല്ലോ അല്ലേ? വലിയ ക്വസ്റ്റ്യൻ ആണ്. Intermolecular forces between two benzene molecules are nearly of the same strength as those between two toluene molecules. അതായത് ബേസിക്കലി അവർ പറയുന്നത് intermolecular force of attraction between benzene is almost the same as intermolecular force of attraction of toluene. Okay. Incorrect statements among the following for a mixture of benzene and toluene. അയ്യോ, ബെൻസീനും ടൊളുവിനും ഇവന്മാർ പറയാതെ തന്നെ നമുക്കറിയാം അവന്മാർ ഐഡിയൽ സൊല്യൂഷൻ ആണ് ഫോം ചെയ്യാൻ പോണേന്ന്. ഇവന്മാർ പറയാതെ തന്നെ നമുക്കറിയാം അവന്മാർ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് ഫോം ചെയ്യാൻ പോണേന്ന്. അപ്പൊ നമുക്കറിയാം, ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് 0, ഡെൽറ്റ വി ഓഫ് മിക്സ് 0. ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അവർ ചോദിച്ചാൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷനിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഇസ് 0, വോളിയം ചേഞ്ച് ഓഫ് മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0. These will form a minimum boiling azeotrope. ഇല്ല, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിക് വേണമെങ്കിൽ, അതായത് അസിയോട്രോപ്പ് ഫോം ആവണമെങ്കിൽ ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. വി ആർ ടോക്കിംഗ് അബൌട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അസിയോട്രോപ്പ് ഫോംസ് വെൻ ദർ ഇസ് large positive deviation from Raoult's law or large negative deviation, not in ideal situation. Ideal situation le azeotrope form avunilla, my dear students. So these will form a minimum boiling azeotrope? No. Minimum boiling azeotrope is formed when there is large positive deviation. Yes or no? These will not form this will form an ideal solution. അതായത് സിയും ഡിയും തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സിയും ഡിയും തെറ്റാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അപ്പൊ അതാണ് അസിയോട്രോപ്സിന്റെ കഥ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് എന്താണ് ചെയ്യേണ്ടത്? കൈപൊക്കിയിട്ട് കാര്യമില്ല, കൈ താഴ്ത്തുക, ടൈപ്പ് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഡൗട്ട്സ് എന്തായാലും ആൻസർ ചെയ്യുന്നതാണ്. ഈ അസിയോട്രോപ്പ് ഇത്രയും ഒരു ഇന്റൻസ് രീതിയിൽ ആ ഗ്രാഫ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ദർ ഇസ് എ ഗുഡ് ചാൻസ്. പക്ഷെ അത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. ഓക്കെ, ഇതാണ്. അല്ലാണ്ട് മറ്റേ അഞ്ച കൊച്ചക്കാച്ച് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? പണ്ട് ഞാൻ കാണുമായിരുന്നു കുറേ പേര് ഇങ്ങനെ ഒരു സംഗീതത്തിൽ പാട്ടിൻ്റെ രൂപത്തിൽ സയൻസ് ബൈഹാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, മൈ ഡിയർ സ്റ്റുഡൻസ്. അതെന്താണെന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അതൊന്നും നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. പക്ഷേ ഇതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അസിയോട്രോപ്പ് വായിക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞു എന്ന് വിചാരിക്കുക. വെറുതെ നിങ്ങളോട് പറയാണ് അസിയോട്രോപിക് മിക്സ്ചർ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ അസിയോട്രോപ്പ് ഇസ് എ ബൈനറി മിക്സ്ചർ that has equal concentration in liquid and vapor, cannot be separated by fractional distillation. ഇത്രയും പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റീസും അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാവില്ല. അവിടെ നിങ്ങൾ കുറച്ചും കൂടി അയ്യോ ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോ ത്രൂ ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ തീർന്നു. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. ദയവേത് അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. കാര്യം ടെലിഗ്രാം ചാനലിൽ പുതിയ അപ്ഡേറ്റ്സും എല്ലാം വരുന്നതാണ് ചാനലിനെ കുറിച്ച്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. അടുത്തത് നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അതുവരേക്കും സുലാൻ.